കോട്ടുകലിൽ ഒരു പച്ചക്കറി കടയിൽ നിന്നും തൊട്ടടുത്ത കോഴിക്കട നടത്തുന്ന ഒരാൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഇപ്പോൾ റോഡിലേക്ക് എറിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾ കാണുകയുണ്ടായി. നമ്മൾ വാർത്ത ചെയ്തതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ആ വാർത്ത അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ കോഴിക്കട ഉടമ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മളെ കോൺടാക്ട് ചെയ്തത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ നിങ്ങൾ തന്നെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമേ CCTV കോപ്പി ചെയ്ത ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സത്യാവസ്ഥ നിങ്ങൾക്കും അറിയത്തില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് അവരാരും ഇതിനകത്ത് ഇടപെടാത്തത്. ഇത് എൻ്റെ ഷോപ്പാണ്, ഷോപ്പിലോട്ടുള്ള വഴിയാണ്. ഈ വഴിയിൽ അവർ ഇവിടെ വരെ സാധനം ഇവിടെ വരെ ഇറക്കി വെക്കും. അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാനോ എൻ്റെ കസ്റ്റമർക്ക് അങ്ങോട്ട് അകത്തോട്ട് പോകാനോ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ വന്നിട്ട് അതാണ് എടുത്ത് കളയുന്നത്. ഇവർ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഡെയിലി പ്രൊവോക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷോപ്പ് നടത്തുന്ന സ്ത്രീകളിൽ ഒരാളുടെ ഭർത്താവ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പുള്ളി ഇവിടുത്തെ ഒരു ചെറിയ ഗുണ്ടയാണ്. അതിൻ്റെ ബേസിലാണ് അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഷോപ്പിന് ഒരു ബോർഡുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു ബോർഡ് പോലും ഇല്ല എൻ്റെ ഷോപ്പിന്. വെക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ വഴിയിൽ സാധനം കൊണ്ട് അടച്ചു വെക്കും. ഞാൻ വണ്ടിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമറോ വരുമ്പോഴത്തേനും ഇവിടെ കയറാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകണം. അതാണ് അവരുടെ ഉദ്ദേശം. ആ സമയത്താണ് ഞാൻ വണ്ടിയായിട്ട് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളാണ് എടുത്ത് വലിച്ച് കളഞ്ഞു കയറി. നിരവധി തവണ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ പ്രതികരിക്കാതെ പോയിട്ടുണ്ട്. ഇത് ഇന്നലെ ഇങ്ങനെ വിഷയം സംബന്ധിച്ചപ്പോൾ ഇവിടെ കൊണ്ട് സാധനം വെച്ചു. ഇത് മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചറിയാം. പർട്ടിക്കുലർ സാധനം ഞാൻ ഈ ഭാഗത്ത് നിന്നിട്ട് ഇത് സാധനം എടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ വഴിക്കകത്ത് എൻ്റെ സ്ഥലത്ത് നിന്നിട്ടാണ് സാധനം എടുക്കുന്നത്. ഞാൻ ആരെ ഷോപ്പിൽ അതിക്രമിച്ച് കയറാനോ ആരെയും ഭീഷണിപ്പെടുത്താനോ ചീത്ത വിളിക്കാനോ പോയിട്ടില്ല. അത് നിങ്ങൾക്ക് ഇവിടെ പ്രദേശത്ത് തിരക്കി അറിയാൻ പറ്റും. അങ്ങനെയുള്ള സംഭവമാണ്. ഞാൻ ബൈക്കിൽ വരുന്നത് സാധനങ്ങൾ ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ്, ഇതിനകത്ത് തന്നെ വിലവര പട്ടിക. ഇത് ഈ വിലവര പട്ടിക എൻ്റെ ഷോപ്പിൽ ഇവിടെ നിന്നത്തിന് ചിക്കന് വില ഇട്ടേക്കുന്നത്. ഇത് ചിക്കൻ ഷോപ്പല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് വെജിറ്റബിൾ ഷോപ്പാണ്. ഇവിടെ ചിക്കൻ്റെ വില ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഇവിടെ നടത്തുന്ന താജ് എന്ന് പറയുന്ന വ്യക്തി നിരവധി കേസുകളിൽ പ്രതിയാണ്. അപ്പം പരാതിക്കാരൻ ഞാനുമാണ്. അപ്പോൾ എനിക്കെതിരെ കേസുകൾ നിരവധി ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരും പറഞ്ഞ് കേസെടുപ്പിച്ച് ജയിലിടാനാണ് അവർ നോക്കുന്നത്. ഈ പുള്ളിക്കെതിരെ ഈ നാട്ടിൽ ഇറങ്ങി പ്രതികരിച്ച ആൾ ഞാനാണ്. ആൾക്കാരെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്ത് കാപ്പ എടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വർക്കൊക്കെ ചെയ്ത ഞാനാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ അവരിങ്ങനെ പെടുത്താനായിട്ട് നോക്കുന്നത്. അല്ലാതെ നിങ്ങൾ വീഡിയോയിൽ കണ്ട കണക്ക് ഞാൻ ഇവിടുത്തെ ഗുണ്ടയോ ഞാൻ ഇവിടുത്തെ പ്രശ്നക്കാരനോ എൻ്റെ പേരിൽ നിലവിൽ പോലീസ് കേസുകളൊന്നുമില്ല. പോലീസുകാർക്കെല്ലാം വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ കേസെടുക്കാത്തത്. അവർ നിരവധി തവണ ഇവിടെ വന്നു പോയിട്ടുണ്ട്. കടയുടെ ഓപ്പോസിറ്റ് കട നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രശ്നങ്ങൾ കാരണം പോലീസുകാർ സഹിയായിട്ട് എൻ്റെ അടുത്ത് അവിടെ രക്ഷപ്പെട്ട് പോകാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ കട നോക്ക്. റോഡിൽ നിന്ന് എത്ര മീറ്റർ അകലെയാന്ന് നോക്ക്. എനിക്ക് റോഡ് സൈഡിൽ കടയിട്ടൂടെ. ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് അകത്ത് കയറ്റി കടയിട്ടേക്കുന്നത്. ഈ കടയിട്ടതിന്